ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവ്യൂ വീഡിയോ ആണ്. അതായത് ഞാൻ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണ് കേട്ടോ ഇന്ന്. ഇത് നമ്മുടെ ഗ്ലൈക്കോ 6 എന്ന് പറയുന്ന അഥവാ ഗ്ലൈക്കോളിക് ആസിഡ് 6% എന്ന് പറയുന്ന ഈ ഒരു ക്രീമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഓയിൽമെൻറ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാനിത് കഴിഞ്ഞ 1.5 മാസമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്രീമാണ് ക്ലിൻമി സ്കിൻ. എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു കമ്പയർ ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ആക്നെ അല്ലെങ്കിൽ പിമ്പിൾസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിമ്പിൾസ് മാത്രമല്ല, പിമ്പിൾസ് വന്നിട്ട് പോയ ഡാർക്ക് സ്പോട്ട്സ്, സ്കാർ മാർക്ക്, അതുപോലെ തന്നെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, പിന്നെ ഡ്രൈ സ്കിന്നിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ് ഈ ഗ്ലൈക്കോളിക് ആസിഡ് 6% എന്ന് പറയുന്നത്. ഇതൊരു ഫാർമക്കോളജിക്കൽ പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ പറയുന്നത്. ഞാൻ ഒത്തിരി വീഡിയോസും അതുപോലെ തന്നെ ഒത്തിരി റിവ്യൂസൊക്കെ നോക്കി ഇതിനെ നന്നായിട്ടൊന്ന് റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് വാങ്ങിയത്. അതിന് മുന്നേ വരെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ക്ലിൻമി സ്കിന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രീം എനിക്ക് ഒട്ടും തന്നെ വർക്കായിട്ടില്ല എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതൊരു 2 മാസം അടുപ്പിച്ചായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് റെഗുലറായിട്ട് ഞാൻ യൂസ് ചെയ്യുകയാണ്. കാരണം എനിക്ക് ഈ ഒരു ഇപ്പോൾ ഞാൻ ഫേസിലൊന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല. ഈ ഒരു സ്പോട്ട് കണ്ടോ, അതുപോലെ തന്നെ ഇവിടെയും ഒരു ആക്നെ ഉണ്ട്. ഇവിടെയൊക്കെ ഇപ്പം കുറച്ച് മുന്നേ വരെ എനിക്ക് ക്ലിയർ സ്കിൻ തന്നെയായിരുന്നു. ഈ ഇടയ്ക്കായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ പിമ്പിൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്രീം മെയിൻലി വാങ്ങിയത്. ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് പിമ്പിൾസ് വന്നിട്ടുള്ള ഒരു സ്കാർ മാർക്ക് അല്ലെങ്കിൽ ഒരു പാട് മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ യൂസസിൽ ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതും അതാണ്, ആക്നേസും ആക്നെ സ്കാർസും മാറ്റാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിത് റെഗുലറായിട്ട് 2 മാസത്തോളം യൂസ് ചെയ്തിട്ട് എനിക്ക് യാതൊരു റിസൾട്ടും തന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏതൊരു ആക്നെ ആയാലും അതിപ്പോൾ നാച്ചുറലി ഹീൽ ചെയ്ത് പോകുന്ന പോലെ തന്നെയാണ് പോയത്. 2-3 ആഴ്ച എടുത്തിട്ട് ആ ഒരു ആക്നെ പോയി. പക്ഷേ ഈ ഒരു മാർക്ക് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. 1-1.5 മാസമായിട്ട് മാർക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോഴും ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഈ ഒരു ആക്നയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാറിയിട്ട് കൂടിയില്ല ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, എൻ്റെ സ്കിന്നിൽ ഈ ഒരു ക്രീം ഒട്ടും തന്നെ വർക്കായിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ നമ്മുടെ ചിക്കൻ ബോക്സ് വന്നതിൻ്റെ പോലും മാർക്കുകൾ മാറും എന്ന് പറഞ്ഞത് കൊണ്ടും അങ്ങനത്തെ കുറേ റിവ്യൂസ് കേട്ടത് കൊണ്ടാണ് ഞാൻ മെയിൻലി ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത്. പക്ഷേ എൻ്റെ സ്കിന്നിൽ ഇത് വർക്കായിട്ടില്ല. മേ ബി എൻ്റെ സ്കിൻ ടൈപ്പിൽ ഇത് ചേരുന്നുണ്ടാവില്ല. എല്ലാവർക്കും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓരോരുത്തർക്ക് സ്യൂട്ട് ആവുന്ന പ്രോഡക്ട്സ് ഉണ്ടാവും. പക്ഷെ ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് വാങ്ങിയത് കേട്ടോ. പക്ഷേ എനിക്കിത് ഒട്ടും തന്നെ വർക്കൗട്ട് ആയിട്ടില്ല. അതിന് മുന്നേ വരെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ക്ലിൻമി സ്കിൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഇതാണ് നമ്മുടെ ക്ലിൻമി സ്കിൻ എന്ന് പറയുന്ന ഓയിൽമെൻറ്റ്. ഇത് ബേസിക്കലി ഒരു ആൻറ്റിബയോട്ടിക് ആണ്. ഇതിൽ അടങ്ങിയിട്ടുള്ളത് നമ്മൾ ക്ലിൻഡാമൈസിനും നിക്കോട്ടിനാമൈഡും ആണ് ചേർന്നിട്ടുള്ളത്. അതായത് ഒരു വൈറ്റമിൻ B3നെയാണ് നിക്കോട്ടിനാമൈഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിനെയും കൂടി ഒരു കമ്പൈൻഡ് എഫക്റ്റ് ആണ് നമുക്ക് തരുന്നത്. ഇതും സെയിം ആസ് ഇതുപോലെ തന്നെയാണ് ആക്നെ സ്കാർസ് ഒക്കെ മാറ്റുന്നുള്ളതാണ്. ഇത് കൂടുതലും നമ്മുടെ ഫ്ലെയർ അപ്പ് ആയിട്ട് ഭയങ്കര ഇൻഫ്ലെയിംഡ് ആയിട്ടിരിക്കുന്ന ആക്നേസ് ഒക്കെ നന്നായിട്ടൊന്ന് കാം ചെയ്യാനും അതുപോലെ തന്നെ ആക്നേസ് വന്ന് സ്കാറൊക്കെ നന്നായിട്ട് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കിത് ഏറ്റവും കൂടുതൽ പിമ്പിൾസ് വിത്തിൻ 1-2 ഡേയ്സ് കൊണ്ട് തന്നെ നന്നായിട്ട് അത് ഹീലാവുന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ വർക്കായിട്ടുള്ളത് ഈ ഒരു ക്ലിൻമി സ്കിന്നാണ്. ഇപ്പോൾ സ്കാർസിൻ്റെ കാര്യത്തിലായാലും ആക്നേസിൻ്റെ കാര്യത്തിലായാലും കൂടുതൽ എനിക്ക് വർക്കായിട്ടുള്ളത് ഈ ഒരു ക്ലിൻമി സ്കിന്നാണ്. പക്ഷേ ഇത് എനിക്ക് ഒട്ടും തന്നെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ചിലർക്ക് ഇത് ചേരാത്തവരും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ഗ്ലൈക്കോ 6 ക്രീമിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ യൂസേജ് ഡയറക്ഷൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വാങ്ങിയാൽ ഉടനെ തന്നെ ഡെയിലി അപ്ലൈ ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. നമ്മുടെ സ്കിന്ന് ഇതുമായിട്ട് ഒന്ന് യൂസ്ഡ് ആവുന്ന വരെ ഒരു ടൈം ഇൻ്റർവെല്ലിൽ കൊടുക്കുക. അതായത് ആദ്യമൊക്കെ ഒരു ഇനിഷ്യൽ പീരീഡിലൊക്കെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഒന്നിരാടം വെച്ചിട്ട് ഇടാൻ നോക്കുക. പിന്നെ ഇത് മെയിൻലി യൂസ് ചെയ്യേണ്ട നൈറ്റിലാണ്. ഡെയിലി അപ്ലൈ ചെയ്താൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൺസ്ക്രീൻ ഇടുക, അത് മസ്റ്റാണ്. അപ്പോൾ ഏറ്റവും സേഫ് എന്ന് പറയുന്നത് നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ സ്പോട്ടിൽ തന്നെ സ്പോട്ട് ട്രീറ്റ്മെൻ്റ് ആണ് ഈ ക്രീംസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്പോട്ടിൽ തന്നെ നമുക്ക് എവിടെയാണോ ആക്നീസ് ഉള്ളത്, മാർക്സ് ഉള്ളത്, അവിടെ മാത്രം ഒന്ന് ലൈറ്റായിട്ട് ഒരു ലൈറ്റ് തിൻ ലെയർ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം. ഫുൾ ഫേസ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണോ നമ്മുടെ ആ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മോയ്സ്ചറൈസർ എന്തായാലും അപ്ലൈ ചെയ്തിട്ടേ കിടക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യൂസേജ് ഡയറക്ഷൻസ് വന്നിട്ട്.
പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് ഒന്ന് രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഡെയിലി നമുക്കിത് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം മാത്രം 1-2 യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റെ സ്കിന്നിൽ ഇത് വർക്കായില്ല എന്ന് വെച്ചിട്ട് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ കുറേ പേർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ക്രീം തന്നെയാണ്. പക്ഷേ എനിക്ക് കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ ഈ ഒരു സ്കാറിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു മാറ്റം തന്നെ വരുന്നില്ല. നമ്മൾ ഏതൊരു ആക്നീസും വന്നു പോകുന്ന പോലെ അതും ആക്നെ വരുന്നു പോകുന്നു, അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ക്രീം എന്നൊക്കെ പറയുമ്പോൾ വിത്തിൻ 3 വീക്സ് ഒക്കെ നമുക്ക് റിസൾട്ട് തരേണ്ടതാണ്. പക്ഷേ ക്ലിനിക് സ്കിന്നിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ഡേയ്സിനുള്ളിൽ തന്നെ ആക്നീസ് മാറുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഈ ഒരു ആക്നെ ആണെങ്കിൽ 2-3 ആഴ്ചയായിട്ട് അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. ഇത് ഞാൻ അപ്ലൈയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ക്രീം എനിക്ക് ഒട്ടും തന്നെ വർക്കൗട്ട് ആയില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ റിവ്യൂ എടുക്കുന്ന ഒരു പർപ്പസ് കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ റെഗുലറായിട്ട് അപ്ലൈ ചെയ്യാണ്. ക്ലിൻമി സ്കിന്നിൻ്റെ കാര്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്വൈസ്, അതായത് ഒരു ദിവസം 2 നേരം വെച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഡേ ക്രീമായിട്ട് നൈറ്റ് ക്രീമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. കഴിഞ്ഞിട്ട് നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. അത്ര മാത്രമേ ഉള്ളൂ. നല്ലൊരു ഒരു ക്രീമാണ്. ഇതെനിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുകയാണ് കേട്ടോ. പിന്നെ ഇത് സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെയാണ് ഇടേണ്ടത്. പക്ഷേ നമുക്ക് ആ ഒരു ഏരിയ, ഇപ്പം എനിക്കിവിടെ ഒരു പിമ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ കുറച്ചുകൂടെ വലിയൊരു സറൗണ്ടിങ് ഏരിയയിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഇത് നമ്മൾ കറക്റ്റ് സ്പോട്ടിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. ഇത് നിറച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇത് ആ ഒരു ആക്നെയും അതിൻ്റെ സറൗണ്ടിങ് ആയിട്ടുള്ള ഏരിയയിലും കൂടി അപ്ലൈ ചെയ്യണമെന്നാണ് ഇതിൻ്റെ ഒരു യൂസേജ് ഡയറക്ഷൻ വന്നിട്ട്. ഇതിപ്പോൾ ഈ ഒരു ഗ്ലൈക്കോസിക്സ് ആസിഡ് ഞാൻ ലാസ്റ്റ് ഡേ ഇന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതോടുകൂടി ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസേജ് നിർത്താണ്. എന്നിട്ട് ഞാനൊരു 2-3 ആഴ്ച ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം ക്ലിൻമി സ്കിന്നിലേക്ക് ബാക്ക് ടു ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഇത് എനിക്കൊട്ടും തന്നെ വർക്കാവുന്നതല്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതൊരു വൈറ്റ് ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. നല്ല മണമൊക്കെയാണ്. ഇതൊരു ബേബി പ്രോഡക്റ്റിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണുള്ളത്. ക്ലിൻമി സ്കിൻ എന്ന് പറയുമ്പോൾ ഒരു ജെൽ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വന്നിട്ട്. വളരെ തിന്നായിട്ടുള്ളൊരു ലെയർ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഈ ആക്നെയിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇച്ചിരി കൂടെ അപ്ലൈ ചെയ്യാം. പിന്നെ ഞാൻ ഈ ഒരു ഭാഗത്തും കൂടി അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് ഡേ ആയിട്ട് ഇന്ന് തന്നെ യൂസ് ചെയ്ത് നിർത്തുകയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ക്ലിൻമി സ്കിൻ ഒന്ന് കാണിച്ചു തരാം ഞാൻ. ഇത് കണ്ടോ, ഒരു ജെൽ ടൈപ്പാണ് ഈ ഒരു ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മറ്റേത് നമ്മൾ ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ സ്കിന്ന് ഡ്രൈ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലൈക്കോസിക്സ് അപ്ലൈ ചെയ്തിട്ട് മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. ക്ലിൻമി സ്കിൻ എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു ജെൽ ടൈപ്പാണ്, അത് ഓയിലി സ്കിന്നുകാർക്ക് മാച്ച് ആവും. പക്ഷേ ഏത് ക്രീമായാലും നമ്മൾ മോയ്സ്ചറൈസർ എന്തായാലും അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് ഇത് ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കേസിൽ ക്ലിൻമി സ്കിന്ന് തന്നെയാണ്. കാരണം എൻ്റെ കല്യാണത്തിൻ്റെ ടൈമിലൊക്കെ എനിക്ക് ഒത്തിരി ആക്നീസും മാർക്സും ഒക്കെ ഉണ്ടായിരുന്നു. അന്നേരത്ത് പോലും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ക്ലിൻമി സ്കിന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വർക്കായിട്ടുള്ളത് ക്ലിൻമി സ്കിന്നാണ്. നല്ലോണം ആക്നീസ് മാറുകയും ചെയ്യും, പാടുകളായാലും മാറും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ക്ലിൻമി സ്കിന്നാണ്. ഗ്ലൈക്കോസിക്സ് ആസിഡ് വർക്കായിട്ടുള്ളവരും ഉണ്ടാവും, പക്ഷേ എനിക്ക് തൊട്ടും തന്നെ ഒരു തരത്തിലുള്ള ചേഞ്ചും വന്നിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യൂ കേട്ടോ, മറ്റേത് യൂസ്ഫുൾ ആയിട്ടുള്ളവരും കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ രണ്ടിനെ ഒരു കമ്പാരിറ്റീവ് ആയിട്ടുള്ളൊരു റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് റെഗുലർലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന് മാറ്റമുള്ളവർ ഇതൊന്നും മാറ്റാനായിട്ട് നോക്കണ്ട, ക്ലിൻമി സ്കിന്നിലേക്കൊന്നും പോകാനായിട്ട് നോക്കണ്ട. മറ്റേത് യൂസ് ചെയ്യുന്നുള്ളവരാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പോൾ ഇത് എന്താ പറയുക, നമ്മുടെ ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള മാർക്ക് പോലും മാറുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ഇതൊട്ടും തന്നെ വർക്കായിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ മുട്ടിൻ്റെ ബാക്കിൽ, കഴുത്തിൻ്റെ ബാക്കിലൊക്കെ ഉള്ള പിഗ്മെൻറ്റേഷൻ മാറുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആർക്കെങ്കിലും ഇത് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കേട്ടോ.